കേരളത്തിൽ നിന്നുള്ള BJP ജനപ്രതിനിധികൾ ഇപ്പോൾ BJPയുടെ ദേശീയ കാര്യാലയത്തിൽ, ഡൽഹിയിലെ ദേശീയ കാര്യാലയത്തിൽ എത്തിയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ഉൾപ്പെടെയുള്ള നേതാക്കൾ BJPയുടെ ദേശീയ ഓഫീസിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ് കൂടാതെ കേരളത്തിൽ നിന്നുള്ള BJPയുടെ മറ്റ് ജനപ്രതിനിധികളെയും സ്വീകരിച്ചു. ഇപ്പോൾ BJPയുടെ ദേശീയ കാര്യാലയത്തിൽ ദീൻദയാൽ ഉപാധ്യായയുടെയും ഛായാചിത്രത്തിന് മുൻപിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തുകയാണ്. മേയർ VV രാജേഷ് പുഷ്പാർച്ചന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേയർ VV രാജേഷ് കൂടാതെ ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ മറ്റ് കൗൺസിലർമാർ, സംസ്ഥാനത്തുടനീളം വിവിധ നഗരസഭകളിലെയും പഞ്ചായത്തുകളിലെയും BJPയുടെ ജനപ്രതിനിധികൾ ഇവരെല്ലാമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലെത്തിയത്. അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ BJPയുടെ സംസ്ഥാന ഘടകം, ഡൽഹി ഘടകം ഊഷ്മളമായ സ്വീകരണം, ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇപ്പോൾ നേതാക്കൾ BJPയുടെ ദേശീയ കാര്യാലയത്തിലെത്തിയിട്ടുള്ളത്. ഇവിടെ ദീൻദയാൽ ഉപാധ്യായയുടെയും കൂടാതെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും എല്ലാം ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തും. കൂടാതെ കേരളത്തിൽ BJPക്ക് വേണ്ടി ബലിദാനികളായവരുടെ ഛായാചിത്രങ്ങളും ഇവിടെ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അതിനു മുൻപിലും ഈ കേരളത്തിൽ നിന്നുള്ളവർ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സംസാരിക്കും. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ കൂടിക്കാഴ്ച. രോഹിണി. അതെ ജിഷ്ണു, വളരെ പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണം തന്നെയാണ് കേരളത്തിൽ നിന്നും എത്തിയ ജനപ്രതിനിധികൾ ഏറ്റുവാങ്ങുന്നത്. നമുക്കറിയാം, എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ സൗഭാഗ്യമായി കാണുന്നു എന്നാണ് അവർ യാത്രയിലുടനീളം നമ്മുടെ ജനം TV സംഘത്തോട് പ്രതികരിച്ചത്. അതുകൊണ്ട് അവരെല്ലാം കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം ഇപ്പോൾ BJP ദേശീയ കാര്യാലയത്തിൽ വലിയ സ്വീകരണം, പ്രൗഢഗംഭീരമായ സ്വീകരണം അങ്ങനെ തന്നെ കണക്കാക്കാമല്ലേ? രോഹിണി, തീർച്ചയായും പ്രൗഢഗംഭീരമായ സ്വീകരണം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള BJPയുടെ ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്രയും വലിയ നേട്ടം കൈവരിക്കുക, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളതെല്ലാം തന്നെ BJPയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ദേശീയ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിലും കൂടാതെ അസമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് റാലികളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതായത് തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് BJPക്ക് ആദ്യമായി മേയറെ ലഭിച്ചു. അവിടെ ഭരണം പിടിക്കാൻ സാധിച്ചു. സാധിക്കില്ല എന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ന് BJP വിജയം കണ്ടെത്തുകയാണ് എന്ന വലിയ പ്രതികരണം റാലികളിൽ, അസാമിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് റാലികളിലും ദേശീയ ആസ്ഥാനത്ത് പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അതായത് വലിയ അഭിമാനത്തോടു കൂടിയാണ്, വലിയ ആഘോഷത്തോടു കൂടിയാണ് കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ, BJP നേടിയ വിജയത്തെ BJPയുടെ കേന്ദ്ര നേതൃത്വം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഊഷ്മളമായൊരു സ്വീകരണം ഇവിടെ BJPയുടെ കേന്ദ്ര കാര്യാലയത്തിന് മുൻപിൽ കേരളത്തിൽ നിന്നുള്ള BJPയുടെ ജനപ്രതിനിധികൾക്ക് നൽകുന്നത്. മുൻപും നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം BJP വരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം BJPയുടെ കേന്ദ്ര കാര്യാലയത്തിന് മുൻപിൽ ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് സ്വീകരണം, അല്ലെങ്കിൽ ഊഷ്മളമായ സ്വീകരണമാണ് ജനപ്രതിനിധികൾക്ക് BJP ദേശീയ കാര്യാലയത്തിൽ. ശരി ജിഷ്ണു, കേരളത്തിൽ നിന്നും എത്തിയ ജനപ്രതിനിധികൾക്ക് BJP ദേശീയ കാര്യാലയത്തിൽ സ്വീകരണം. പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. കേരളത്തിൽ BJP നേടിയ വലിയ മുന്നേറ്റം
തന്നെയാണ് ഇത്തരത്തിലൊരു അവസരം ഒരുക്കിയതും. കേരളത്തിൽ നിന്നും എത്തിയ ജനപ്രതിനിധികൾ ആണ് BJP ദേശീയ കാര്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നടക്കുന്ന സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്നത്തെ കാര്യപരിപാടികൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഒപ്പം നാളെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സമയം എപ്പോഴാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഇപ്പോൾ ദേശീയ കാര്യാലയത്തിലാണ് കേരളത്തിൽ നിന്നെത്തിയിട്ടുള്ള BJPയുടെ ജനപ്രതിനിധികളുള്ളത്. ഇവിടെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഔദ്യോഗികമായിട്ടുള്ള യോഗം ചേരും. അവിടെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സംസാരിക്കും. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെയും വിവിധ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ശേഷം ഉച്ചയ്ക്ക് പാർലമെന്റ് കാണുന്നതിനായി, പാർലമെന്റിലെ കാര്യങ്ങൾ കാണുന്നതിനായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ എത്തും. ശേഷം 4 മണി മുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ VV രാജേഷ് ഉൾപ്പെടെ കേരളത്തിൽ തിരുവനന്തപുരത്തെ മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുക. അത് ഇപ്പോൾ down your mic first वीरेंद्र जी आप दीजिए that's it आपके बाद में। आज आप देख रहे हैं कि हमारे भारतीय जनता पार्टी के कार्यालय में हमारे केरल के सभी नवनिर्वाचित जो प्रतिनिधि हैं, हमारे मेयर साहब हमारे बीच में हैं और पारंपरिक ढंग से हमने उनका स्वागत किया है। हमने सुबह भी कहा था, फिर कहते हैं कि केरल की ये जीत हमारे लिए बहुत बड़ी जीत है। जिन विपरीत परिस्थितियों में ये कार्यकर्ता वहाँ काम करते हैं और जिन स्थिति में ये जीत कर आए हैं, ये अपने आप में बहुत बड़ा अचीवमेंट है और केरल की जनता का मूड बताता है कि अब केरल में भी कमल खिलेगा। माननीय प्रधानमंत्री जी के नेतृत्व में केरल में हमारा मुख्यमंत्री बनेगा। 40 साल अब वो बोल रहे हैं। The fantastic reception and arrangement has been done by Central BJP. We are once again thankful to Honorable Prime Minister and the Central Party for getting us such an opportunity. Definitely these things will be reflected in the electoral politics in Kerala. Okay. It's around 40 years. Yeah. Time. What would you like to say? Yeah, 4 decades the workers of Kerala has been suffering from the communist cruelty, and therefore the last 45 years they had been fighting for getting freedom for the organizational activities and other things. Now the people of Kerala realized that they gave an opportunity to us for a good governance and good ruling. I think that Trivandrum Corporation we can exhibit a model. We are a model ruling, and we are following the path of the Honorable Prime Minister Narendra Modi. So what are your expectations with meeting with BJP national president? BJP? National President, yeah. National President Nitin Nabin ji visited Kerala in the previous week. And tomorrow, not only National President, Honorable Prime Minister, Honorable Home Minister, National President, Honorable Manohar Lal Khattar ji, everybody we are meeting. And what will Malayalam. On for Malayalam. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കേരളത്തെക്കുറിച്ച് അറിയാം. ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. വളരെ സന്തോഷമുണ്ട്. ദേശീയ BJP നേതൃത്വവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഓഫീസ്, BJPയുടെ ഡൽഹി പ്രദേശ അധ്യക്ഷൻ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇതിലപ്പുറം ഞങ്ങൾക്ക് ഒരു സ്വീകാര്യത കിട്ടാനില്ല. തീർച്ചയായിട്ടും ഈ 3 ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ട്രെയിനിങ് കേരളത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യും. ഓക്കെ.